ത്തിലുള്ള സംഘടനകളിൽ രണ്ട് വിഭാഗങ്ങളെ എപ്പോഴും കാണാൻ കഴിയും. ഒന്ന് സിസ്റ്റമാറ്റിക്കും, പിന്നൊന്ന് കോമൺ ഫാക്ടർ. ഈ സിസ്റ്റമാറ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത് അത് പ്രത്യേക പ്രവർത്തന രീതിയായിരിക്കും അവർ. അതായത് അടുക്കും ചിട്ടയോടെ പ്രത്യേക ഒരു ഡിസിപ്ലിന് സംഘടനാപരമായിട്ട് മത്സരിച്ചും അതിനോടൊപ്പം പ്രവർത്തിച്ചും ഉയർന്ന അധികാര സ്ഥാനത്തെത്തുന്ന ഒരു രീതി. മറ്റൊരു രീതി എന്ന് വെച്ചാൽ കോമൺ എന്ന് പറയുമ്പോൾ ജനങ്ങളുമായിട്ട്, അതായത് ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുമായിട്ട് സംവാദിച്ചും അവരുമായിട്ട് സംവേദനങ്ങൾ നടത്തിയും അവരുമായിട്ട് ചേർന്ന് നിന്നും പ്രവർത്തിക്കുന്ന ഒരു രീതി. ഈ കെ സി വേണുഗോപാലും മാത്യു കുഴൽനാടനൊക്കെ ഈ സിസ്റ്റമാറ്റിക്കുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ്. അവരൊക്കെ കൂടുതലും സംഘടനകളുമായിട്ടും അതിൻ്റേതായിട്ടുള്ള ഉയർച്ചകളും ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണ്. അല്ലാതെ ജനങ്ങളുമായിട്ടൊന്നും അവർക്ക് കൂടുതൽ ഒരു ബേസില്ല, കൂടുതലായിട്ടൊരു ബേസില്ല. അവരെന്തുകൊണ്ട് ജയിക്കുന്നതെന്ന് വെച്ചാൽ ഇവർ പല മത്സരങ്ങൾക്ക് എന്നാലും ജയിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ പാർട്ടി നോക്കിയായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ഇങ്ങനെയുള്ളവരെ, ഈ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്നവരെ എപ്പോഴും അവരുടെ പാർട്ടി നോക്കിയായിരിക്കും അവരെ വോട്ട് ചെയ്യുന്നത് രാഷ്ട്രീയത്തിൽ. മറ്റ് സംഘടനകളിലാണെങ്കിൽ, മറ്റ് സാമൂഹിക സംഘടനകളിലാണെങ്കിൽ അത് വേറെ രീതിയിൽ അവർക്ക് പ്രൊമോഷൻ കൊടുത്ത് ഉയർത്തി വിടുമായിരുന്നു, സീനിയാരിറ്റിയൊക്കെ നോക്കി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതി ഉയർത്തി വിടും. രാഷ്ട്രീയത്തിൽ വരുമ്പം ഇവരെന്തുകൊണ്ട് ജയിക്കുന്നതെന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക്കായിട്ട് നിൽക്കുന്നവർ ജയിക്കുന്നതിൻ്റെ കാരണം, ഇപ്പോൾ കെ സി വേണുഗോപാലായാലും മാത്യു കുഴൽനാടനൊക്കെ ജയിക്കാൻ കാരണം ഇവരുടെ പാർട്ടി നോക്കി വോട്ട് ചെയ്യും, പാർട്ടിക്ക് വോട്ട് ചെയ്യും, അങ്ങനെ ജയിച്ചു കയറും. എന്നാൽ രണ്ടാമത്തെ വിഭാഗമായ കോമൺ സിസ്റ്റത്തിലുള്ളവർ സാധാരണക്കാരായ ജനങ്ങളോട് ഇടപഴകി അവരെ ചേർത്ത് നിർത്തി അവരോടൊപ്പം സഞ്ചരിച്ച് അവരോടൊപ്പം ജീവിതം നയിക്കുന്ന വ്യക്തികളായിരിക്കും, അല്ലെ അതേപോലെ ജീവിതം നയിക്കുന്ന വ്യക്തികളായിരിക്കും. അതിന് ഉദാഹരണമാണ് വി.എസ്. അച്യുതാനന്ദനും പി.ഡി. സതീശനൊക്കെ. അതുകൊണ്ടാണ് ഇവരൊക്കെ ജനമനസ്സുകളിൽ കൂടുതലായിട്ട് കയറി പറ്റുന്നത്. കൂടുതൽ പേരിലേക്ക് ഇവർ കയറി ചെല്ലത്തേ ഉള്ളൂ ഓരോ ദിവസം കൂടുന്നതോറും. അപ്പോൾ ഈ പ്രാവശ്യം UDF 102 സീറ്റ് കേരളത്തിൽ നേടിയതിൽ ഒരുപാട് ഘടകങ്ങളുണ്ടെങ്കിലും അതിനകത്ത് പ്രധാന ഒരു ഘടകം നേതൃനിരയിൽ പി.ഡി. സതീശൻ്റെ ആർക്കും പകരം വെക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ്. ഈ വി.ഡി. സതീശൻ തുടർന്ന് മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോഴും 2029 തെരഞ്ഞെടുപ്പ് വന്നാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാലും ഏറ്റവും മികച്ച രീതിയിലൊരു വിജയം നേടാൻ കോൺഗ്രസ്സിന് കഴിയും, UDFന് കഴിയും. അതിനുള്ള ശേഷിയുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട കുഞ്ഞാലിക്കുട്ടി, അതായത് UDFലെ പ്രമുഖ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ നേതാവായ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് വി.ഡി. സതീശന് അനുകൂലമായിട്ട് നിന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ മാത്യു കുഴൽനാടനെ പോലുള്ളവർ കുഴലൂത്ത് നടത്തുന്നത്. അങ്ങനെ കുഴലൂത്ത് നടത്തിയിട്ട് കാര്യമില്ല. സത്യം മനസ്സിലാക്കണം. നിങ്ങൾ ഏത് പ്രവർത്തന രീതിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളതെന്നും വി.ഡി. സതീശനെ പോലുള്ള അല്ലെ വി.എസിനെ പോലുള്ളവർ ഏത് പ്രവർത്തന ശൈലിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുന്നവരെ ജനങ്ങൾ എപ്പോഴും സ്നേഹിക്കത്തുള്ളൂ, ജനങ്ങളെ സ്നേഹിക്കുന്നവരെ ജനങ്ങൾ സ്നേഹിക്കത്തുള്ളൂ. അത് മനസ്സിലാക്കിയിരുന്നാൽ മതി. പിന്നെ ഹൈക്കമാൻഡ് അതൃപ്തി അറിയിച്ചു പലപ്പോഴും. എന്തിനാണ് ഹൈക്കമാൻഡ് അതൃപ്തി അറിയിക്കുന്നത്? അവർ ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കണം. അവർ ഇനിയിപ്പോൾ ആരെ പ്രഖ്യാപിച്ചാലും, ഇനിയിപ്പോൾ കെ സി വേണുഗോപാലിനെ പ്രഖ്യാപിച്ചാലും ആർക്കും അത് മാറ്റാകത്തില്ല. അപ്പോൾ അവർ പ്രഖ്യാപിക്കുമോ? അല്ലെങ്കിൽ അവർ പ്രഖ്യാപിക്കുന്നിടം വരെ ഇതേപോലെ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കും.